CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ സ്കൂളുകളിൽ യൂണിഫോമും പാഠപുസ്തകവും എത്തിയെങ്കിലും വിതരണം ആരംഭിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ സന്ദർശനം നടത്തി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ നീക്കം. ജനസംഖ്യാടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം അനിവാര്യമെന്ന ഘട്ടത്തിലാണ് നടപടി. അകലാട് ആംബുലൻസ് ഡ്രൈവറെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. എടക്കഴിയൂർ കുന്നത്ത് വീട്ടിൽ മമ്മുണ്ണി മകൻ 35 വയസ്സുള്ള ജാബിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റും മത്സ്യമാർക്കറ്റ് INTUC തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റുമായ വൈശ്ശേരി ചെറുപനയ്ക്കൽ വാറുമകൻ ജാക്സൺ നിര്യാതനായി. 58 വയസ്സായിരുന്നു. കുന്നംകുളം നഗരത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 4 വയസ്സുകാരിയെ പോലീസ് കണ്ടെത്തി. പാവർട്ടിയിൽ നിന്നാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയത്. വേലൂരിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 4 ആടുകൾ ചത്തു. വെങ്ങിലശ്ശേരി സുഭദ്ര നിവാസിൽ ശങ്കരനാരായണ നമ്പ്യാരുടെ ആടുകളാണ് ചത്തത്. വടക്കേക്കാട് കച്ചേരിപ്പടിയിൽ തെരുവ് നായ്ക്കൾ പോത്തിൻകുട്ടിയെ കടിച്ചുകൊന്നു. തറയിൽ അലിയുടെ പോത്തിൻകുട്ടിയെയാണ് കൂട്ടമായെത്തിയ 20ഓളം തെരുവ് നായ്ക്കൾ ആക്രമിച്ചു കൊന്നത്. അപകട ഭീഷണിയായി മാറിയ കെട്ടിടം പൊളിച്ചുമാറ്റാതെ ഉടമ. നിസ്സംഗതയോടെ പഞ്ചായത്ത് അധികൃതർ. ചൂണ്ടൽ പഞ്ചായത്തിൽ തൃശൂർ കുന്നംകുളം റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് അപകടാവസ്ഥയിൽ തുടരുന്നത്. കടവല്ലൂർ കൊരട്ടിക്കരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോളേജ് ചെയർമാൻ കല്ലയിൽ സെയ്ദ് ഹാജി നിർവഹിച്ചു. മണ്ണ് നിറഞ്ഞ അപകടാവസ്ഥയിലായ റോഡ് വൃത്തിയാക്കി തയ്യൂർ 3-ാം വാർഡിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. തയ്യൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപമുള്ള വളവിലാണ് മഴ പെയ്തതോടെ മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയത്. കരുണ വറ്റാത്തവരുടെ കാരുണ്യ കൂട്ടായ്മയിൽ ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പെൻഷൻ വിതരണം നടന്നു. ചാവക്കാട് അഞ്ചങ്ങാടിയിലായിരുന്നു 149ാമത് പെൻഷൻ വിതരണം. പുന്നയൂർ പഞ്ചായത്ത് 2-ാം വാർഡ് റിഥം അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിലും A+ നേടിയ ആര്യശ്രീയെ അനുമോദിച്ചു. പുന്നേർകുളം മന്നലാംകുന്നിൽ അജ്ഞാതക്കാർ ബൈക്കിന് പുറകിൽ ഇടിച്ച് അപകടം. പാലപ്പെട്ടി സ്വദേശി 32 വയസ്സുള്ള തണ്ടാംകോളി നിസാറിന് പരിക്കേറ്റു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.